മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും ലളിതമായ രൂപത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറയുന്നു. ഒരു ബാങ്കിൽ നിന്ന് 7% പലിശയ്ക്ക് ലോൺ ലഭിക്കുമ്പോൾ തൊട്ടടുത്ത ബാങ്കിൽ 10% പലിശയ്ക്ക് ലോൺ ലഭിക്കും. ഈ 7% പലിശയ്ക്ക് ലോൺ ലഭിക്കുന്ന ബാങ്കിൽ നിന്ന് കടമെടുക്കാതെ 10% പലിശയ്ക്ക് ലോൺ ലഭിക്കുന്ന ബാങ്കിൽ നിന്ന് കടമെടുത്ത കമ്മീഷൻ അടിക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തിയത്. ഏറ്റവും ലളിതമായ ഉദാഹരണമാണിത്. ഇത്തരത്തിൽ കോടികളുടെ അഴിമതി നടന്നു എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വന്നിരിക്കുന്ന ED നോട്ടീസിന് മറുപടി പറയേണ്ട ബാധ്യത CPM എന്ന പാർട്ടിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനുമുണ്ട്. ED അന്വേഷണം കാര്യക്ഷമമായി നടന്നാൽ, അല്ലെങ്കിൽ ED അന്വേഷണം ഒരു ഇടനിലക്കാരുടെ സമ്മർദ്ദമില്ലാതെ നടന്നാൽ തീർച്ചയായും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വലിയ വില നൽകേണ്ടി വരും. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് കണ്ടറിയാനുള്ളത്. പ്രതിപക്ഷം ഈ വിഷയത്തിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഈ ഒരു പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ CPM-നും മുഖ്യമന്ത്രിക്കും ഉറക്കമില്ലാത്ത നാളുകളായിരിക്കും വരാനിരിക്കുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ